സ്വീകരിക്കാതിരിക്കാം, എനിക്കറിയാം. എന്നാൽ എന്നെ എല്ലാവരിൽ നിന്നും അകറ്റാൻ വേണ്ടിയാണ് ഈ പണി ചെയ്തതെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. അത് മനസ്സിലായിട്ടും എത്ര ധൈര്യത്തിലാണ് നിങ്ങൾ എന്റെ കൂടെ വന്നത്? ഞാൻ വന്നത് ധൈര്യം കൊണ്ടൊന്നുമല്ല. ഒരാളുടെ യോഗ്യത എത്രയുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നുകൊണ്ട്. അതിനേക്കാൾ കൂടുതലായി നിന്നിൽ നിന്ന് എനിക്കൊരു ഇൻഫർമേഷൻ കൂടി വേണം. ഞാനിവിടെ വന്നത് കൊടുക്കാനല്ല, എടുക്കാനാണ്. അസാധ്യമായിരിക്കുന്നതിനെ പറ്റി ആശിക്കാൻ പാടില്ല. നേരിട്ട് തന്നെ ചോദിക്കുക, ബോംബ് എവിടെ വച്ചിരിക്കുന്നു? ബോംബുണ്ടല്ലോ അല്ലേ? പറയൂ, എവിടെയാ വച്ചിരിക്കുന്നത്? എനിക്ക് എല്ലാവരുടെയും സുരക്ഷയാ പ്രധാനമായിട്ടുള്ളത്. അത് കാരണം കൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ വന്നത്. നീ ചോദിച്ചാൽ ഉടനെ ഞാൻ പറയുമെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്നെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതൊക്കെ ഉറപ്പായിട്ട് മനസ്സിലാവും. എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്നവരുണ്ട്. ഞാൻ കുറച്ചൊന്ന് മാറി നിന്നാൽ പോലും അവർക്കൊക്കെ സംശയമുണ്ടാവും. ആ സംശയം നിന്റെ മേലെ തിരിയും. ഈ സമയത്തിനുള്ളിൽ അവർ നിന്നെ അന്വേഷിക്കുകയായിരിക്കും. വേട്ടയ്ക്കായിട്ട് ഗുഹയിൽ പോയ നീയ് അങ്ങനെ തന്നെ ഗുഹയിൽ വീണു. ഇപ്പൊ നിന്റെ തലയ്ക്ക് മുകളിൽ ഞാനുണ്ട്. ബോംബ് എവിടെയുണ്ടെന്ന് പറയേ. കൈ തന്ന് കുഴിന്ന് നിന്നെ മേലെ കൊണ്ടുവരും. അല്ലെങ്കിൽ എന്നേക്കുമായി നിന്നെ അവിടെ തന്നെ കുഴിച്ചു. ഹലോ, കമ്മീഷണർ സർ. ഹായ്, വേദൻ മേനോനാണ്. ഒരു ചെറിയ ഹെൽപ്പ് വേണമായിരുന്നു. ദയവായി ഒരു ബോംബ് സ്ക്വാഡിനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് അയക്കൂ. താങ്ക് യു സർ. ആര്യവർദ്ധൻ The great. അതെ, നിങ്ങൾ ബ്രില്യൻ്റ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്നാൽ എന്നെ ഇത്രയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ കരുതിയതേയില്ല. കുഴിയിൽ വീണവന് ഒരല്പം പോലും ഭയമുണ്ടാവില്ല. സഹായികളെ മുന്നിൽ നിർത്തി എന്നെ പേടിപ്പിക്കുകയാണോ? നിങ്ങളുടെ ആൾക്കാർക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ ആൾക്കാർ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും എന്നെ തീർക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാ, നിങ്ങൾ ചോദിച്ചത് അത് ഇവിടെയുണ്ട്.
പോസ് ചെയ്തേ, പ്ലേ ചെയ്തേ. ഒരുപക്ഷെ ഇവനായിരിക്കും. ഇവിടെ ആർക്കും പരിചയമില്ലാത്തത് ഇവനായിരിക്കും. ഹലോ സർ, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബോംബ് ഡിഫ്യൂസർ ടീമിനെ കിട്ടണം. ഇമ്മീഡിയറ്റ് ആയിട്ട്. എത്രയും വേഗം പറഞ്ഞയച്ചോളൂ. നീ എന്താ ചെയ്യുന്നേ? എന്തിനാ നീ ഇവിടെ വന്നത്? നീ പോയേ, പോ ഇവിടുന്ന്. ഡോണ്ട് മൂവ്. ഒരടി മുന്നോട്ട് വെച്ചാൽ ഇപ്പോൾ തന്നെ ബ്ലാസ്റ്റ് ചെയ്യും. പോകാനാ പറഞ്ഞേ. ഇരിക്കവിടെ, മര്യാദയ്ക്ക് അവിടെ പോയി ഇരിക്കുക. നോക്ക്, അവര് നിരപരാധിയാ. അവരെ അപായപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. ഇവരിവിടെ നിന്ന് വെളിയിൽ പോയാ ആരോടും ഒന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞേക്കാം. അമൂല്യ മേഡം, ദയവ് ചെയ്ത് ആരോടും ഒന്നും പറയരുത്. പറയില്ലല്ലോ അല്ലേ? ഇല്ല സർ, ഇത്രയൊക്കെ ആയതിനു ശേഷം ഞാൻ ഇവിടുന്ന് പോവില്ല. ഈ കള്ളൻ ഒരു മുടന്തനായിട്ട് നാടകം കളിച്ച് നിങ്ങൾ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയല്ലേ. ഞാൻ ഇവിടുന്ന് പോവില്ല സർ. മിണ്ടി പോകരുത്. ഇവിടെ ആരും വരില്ല. ഇവിടെ നിന്ന് ആരും പോവുകയുമില്ല. നോക്ക്, അവരെ വെറുതെ വിട്ടേക്ക്. ഇത് എനിക്ക് നിനക്കും ഇടയിലുള്ള കാര്യമാണ്. അവർക്കും ഇതിനും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആര്യവർദ്ധൻ സാർ, നിങ്ങളോട് മിണ്ടാതിരിക്കാൻ ഇനി പ്രത്യേകം പറയണോ? അവിടെ പോയിരിക്ക. സർ, നിങ്ങൾക്ക് എന്തോ അപകടം ഉണ്ടാവാൻ പോവുകയാണെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയായിരുന്നു സർ. ഈ കാര്യം ഞാൻ വേദാന്തിനോട് പറയാൻ പോയതാ, പക്ഷെ പറ്റിയില്ല. സോറി സർ. നിങ്ങളെ ഫോളോ ചെയ്ത് വരികയല്ലാതെ എനിക്ക് വേറൊരു വഴിയില്ലായിരുന്നു. ഞാൻ വേഗം വരാം മോളെ. കുറുമ്പൊന്നും കാണിക്കല്ലേ. കിടന്നു, നീ കിടന്നു മോളെ, കിടന്നു. ഞാൻ വേഗം വന്നേക്കാം.
സത്യമായിട്ടുള്ള കാര്യത്തെ കള്ളക്കഥയാണെന്ന് പറയുകയാണോ? നിങ്ങളുടെ മകൾക്ക് ക്യാൻസർ ആണെന്നുള്ളത് സത്യമല്ലേ? ഇപ്പൊ നിങ്ങളുടെ ജീവൻ കൊടുത്ത് അവളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് നോക്കുകയല്ലേ? ശരിയല്ലേ? ചുമ്മാതിരിക്കൂ സാർ, ചുമ്മാതിരിക്കൂ. ത്യാഗം നിങ്ങളുടെ ജീവൻ തന്നെ ത്യജിക്കാൻ പോകുന്നു. ശരി, അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ പിന്നിൽ വേറെ അത്ഭുതം കൂടി ഉണ്ടാവും. മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ത്യാഗത്തിൽ നിന്ന് മാത്രമാണെന്നുള്ള കാര്യം ഞാനും സമ്മതിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇന്ന് എന്താണ് ചെയ്യുന്നത് എന്നത് നിനക്ക് നാളെ നേരിൽ കാണാം. നീ ചെയ്യുന്ന ത്യാഗം സംതൃപ്തി സൃഷ്ടിക്കുന്നതിന് പകരം വിഷാദമുണ്ടാക്കും. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ത്യാഗം ചെയ്യരുത്: നിന്റെ കുടുംബം, നിന്റെ ഹൃദയം, പിന്നെ നിന്റെ ആത്മാഭിമാനം. ഞാനിതെല്ലാം എന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് സാർ. ആര് പറഞ്ഞിട്ടാണ് ഇതൊക്കെ? ഇക്കാര്യമൊക്കെ നിങ്ങളുടെ കുടുംബത്തോട് സംസാരിച്ചിരുന്നു. അവരിതിനൊക്കെ സമ്മതം തന്നു. തീർച്ചയായിട്ടും അവരിതിനൊന്നും സമ്മതം തരില്ല. ഒരുപക്ഷെ നീ ഇത് ചെയ്താൽ തന്നെ അവര് നിന്നോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. നിന്റെ കുട്ടിക്കൊരു അസുഖം വന്നു, അത്രേ ഉള്ളൂ. എന്നാൽ അത് അതിജീവിക്കുകയാണ്. നാളെ ആ രോഗം മാറുമ്പോൾ നിന്റെ കുട്ടി എല്ലാവരെയും പോലെ സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങും. പക്ഷെ ആ കുട്ടി ജീവിക്കുന്നത് കാണാനായിട്ട് നീയുണ്ടാവില്ല. നാളെ നിന്റെ മകൾക്ക് പ്രായപൂർത്തിയാവും. തന്റെ ഇപ്പോഴത്തെ അവസ്ഥ തന്റെ അച്ഛൻ കാരണമുണ്ടായതാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയാൽ പിന്നെ അവൾക്കുണ്ടാവുന്ന വേദന, നിരാശ, രോഗം വന്ന് മരിച്ചു പോകുന്നതിനേക്കാൾ എത്രയോ ക്രൂരമാണെന്ന് ആലോചിച്ചു. എത്രയോ പ്രാവശ്യം ഒരാളുടെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെയൊക്കെ ത്യാഗം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നീ ഇപ്പോ ത്യാഗം ചെയ്യേണ്ടത് നിന്റെ ജീവനല്ല, അതിന്റെ പിറകിലുള്ള സ്വാർത്ഥതയാണ്. ഇപ്പോ എന്റെ ജീവന് അപായമുള്ളതുകൊണ്ട് മാത്രമല്ല ഞാനിതൊക്കെ പറയുന്നത്. എന്നാ നിന്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിക്കാം. ഞാൻ നിനക്ക് സഹായം ചെയ്യാം. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്ക്. എന്നാൽ ഈ ബോംബിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് നീ പറയണം. ഒരുപക്ഷെ ഈ ബോംബ് ബ്ലാസ്റ്റ് ആയാൽ തന്നെ കേവലം ഞാനും നീ മാത്രമല്ല, ഇവിടെ ചുറ്റുമുള്ളവരെല്ലാവരും മരിക്കും. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ജീവനെ നശിപ്പിക്കുന്നത് ശരിയായ കാര്യമാണ്. ദേശത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ല. എന്തുകൊണ്ടെന്നാ അത് ആളിക്കത്തും. അതണയ്ക്കാനൊന്നും നിന്റെ കൈയുണ്ടാവില്ല. ഇഷ്ടമെന്നത് സാർവത്രികമാണ്. ദേഷ്യം,
വ്യക്തിപരമാണ്. നീ ഇപ്പോ കൊല്ലേണ്ടത് ജീവനെയല്ല, നിന്റെ കോപത്തിനെയാണ്. ഹലോ ഹലോ വേദാന്ത്, അമൂല്യ, എന്താ ഉണ്ടായത്? എന്നെ പിന്നെ ആര്യ സാറിനെ ഒരുത്തൻ ബോംബ് കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. വാട്ട്? അമൂല്യ, ലിസൺ ടു മീ. നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? വെന്യൂല് തന്നെയുണ്ട്. എന്നാ എന്താ സംഭവിക്കുന്നെന്ന് വെച്ചാ? ഹലോ, ഞാൻ ഈ ജോലി ചെയ്തില്ല എങ്കിൽ അവരെന്റെ ഫാമിലിയെ കൊന്നുകളയും സാർ. അനു, അജയൻ എവിടെ? ഐ നീഡ് ടു ടോക്ക് ടു ഹിം. ഞാനും അപ്പം മുതലേ കോളിൽ ട്രൈ ചെയ്യാ ചേട്ടാ, പക്ഷെ ഫോണിൽ റീച്ച് ആവുന്നില്ല. ഇറ്റ്സ് ഓക്കെ, കം ഡൗൺ അനു. വി ക്യാൻ ഹാൻഡിൽ ദിസ്. നീ എന്നെ ചേട്ടാന്ന് വിളിച്ച നേരം മുതലേ നീ എനിക്ക് എന്റെ സ്വന്തം അനിയത്തി തന്നെയാണ്. ഐ വിൽ ഫിക്സ് ദിസ്, ഡോണ്ട് വെറി. ഇൻഫാക്ട് കമ്മീഷണറെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ആര്യൻ സാറിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഒന്നും സംഭവിക്കില്ല. ആര്യവർദ്ധൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണെന്നറിയോ? വിശ്വാസം. വിശ്വാസം. അത് തന്നെയല്ലേ അല്ല അനു? ഒരു കാരണവശാലും അമൂല്യയും ആര്യവർദ്ധൻ സാറും ട്രാപ്പിലായ കാര്യം അനു അറിയാനേ പാടില്ല. അതറിഞ്ഞ ഈ കുട്ടി ടെൻഷനാവും. ചേട്ടാ, 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 അമ്മ വന്നിരുന്നു. എന്താ? അമ്മ വന്നോന്നോ? ചേട്ടാ, അമ്മ എവിടെ പോയി? നോ നോ, നത്തിങ് ടു വെറി. അവള് സേഫായിട്ട് തന്നെ ഉള്ളത്. ഒരു പ്രശ്നവുമില്ല. നീ ഇനി കാര്യം പറയാനും നിൽക്കണ്ട, ആരോടും ചോദിക്കാനും നിൽക്കണ്ട. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. നീയും അവിടെ പോയി നിൽക്ക്. അതെല്ലാം ഓക്കെ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ, നത്തിങ് ടു വെറി. അല്ല, ഇനി കുറച്ച് കഴിയുമ്പോ ചടങ്ങൊക്കെ തുടങ്ങില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയേ. ട്രസ്റ്റ് മീ, ചടങ്ങുകളൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ പ്രശ്നം സോൾവ് ആക്കിയേ പറ്റൂ. ആര്യവർദ്ധന്റെ വീട്ടുകാരും പിന്നെ നമ്മുടെ വീട്ടുകാരും ആരെയും ടെൻഷൻ ആക്കരുത്, ആരും പാനിക് ആവരുത്. നീ എല്ലാം ശ്രദ്ധിക്കണം. അനു, ഞാനൊന്ന് ചെല്ലട്ടെ? ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ കൂടെ വരുന്നു. ആദ്യം ആ ജയൻ എവിടെയുള്ളതെന്ന് കണ്ടുപിടിക്കണം. വാ. ആദ്യ ചതുർത്ഥിയുടെ അന്ന് റൗഡി കൊച്ചിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ചേട്ടൻ എന്തുകൊണ്ടാ നീ അയക്കായിരുന്നേ? എടുത്തി അമ്മൂനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് എന്തിനാ ഏട്ടനെ അയച്ചത്? അയ്യോ നിക്ക്, ഒന്ന് സമാധാനപ്പെട്. എന്തിനാ രണ്ടുപേരും ഒരേ ചോദ്യം തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങളൊക്കെ കൂളായിട്ടിരിക്കുന്നേ. നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ ഇത്? അതെന്തിനാ മിസ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ ചോദിച്ചോണ്ടിരിക്കുന്നത്. ബ്രദർ, ആദ്യ മേനോനാ ഞാൻ. ഹലോ, നീ ആദ്യ സിദ്ധാർത്ഥ. ആ ശരി, ആദ്യം മേനോൻ തന്നെയായിരുന്നല്ലോ. ആ കണക്ക് തന്നെ വെച്ചു. ഞാൻ എന്തോ ചോദിച്ചപ്പോ നീ വേറെന്തോ ഉള്ള പറയുന്നേ? അതെ ബ്രദർ, ഈ വീട്ടിൽ എല്ലാവരും കരുതിയിരിക്കുന്നത് ചേട്ടനാ ബ്രില്യന്റ് എന്ന്. പക്ഷെ അച്ഛന്റെ അടുത്ത് ചോദിച്ചു നോക്ക്, അവരെന്റെ പേര് പറയൂ. ഏട്ടത്തിപ്പോ എവിടുന്ന് എവിടേക്കാ പൊക്കൊണ്ടിരിക്കുന്നേ? ഇല്ല ആരതി, ഇതാവശ്യം. ഞാൻ ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ളപ്പോ എന്റെ ചേട്ടന്റെ ലൈഫ് നശിച്ചു പോവാൻ ഞാൻ സമ്മതിക്കുവോ? നീ നല്ല ബുദ്ധിമതിയാ, അതുകൊണ്ട് തന്നെ നീ പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പ്ലീസ് എക്സ്പ്ലെയിൻ. ചേട്ടൻ അമ്മൂനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്തായാലും അവന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മള് ചെയ്യേണ്ടത് അമ്മൂന്റെ കൂടെ ചേട്ടനെ വിട്ടാ
ചേട്ടൻ എന്തായാലും ചേട്ടന്റെ മനസ്സിലുള്ള കാര്യം അമ്മൂനോട് പറയുന്നുള്ള കാര്യം ഉറപ്പാ. എടി കഴുതേ, ഞങ്ങൾക്ക് വേണ്ടത് അത് തന്നെയല്ലേ? നീ എപ്പത്തിട്ട് ഇങ്ങനെ ആയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ചേട്ടൻ ഇത്രയ്ക്ക് അൺറൊമാൻറ്റിക് ആണെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലേ? കാറിൽ മുൻചുണ്ടിക്കാരൻ വേദാന്ത് മേനോന്റെ സ്റ്റൈലില് പ്രൊപ്പോസ് ചെയ്ത കാര്യത്തിൽ ഒരു ആശ്ചര്യവുമില്ല. അതിനേക്കാ വലിയ ദുരന്തം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതില് കുറച്ച് ലോജിക് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാ ഞാൻ ബ്രില്യന്റ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ അമ്മു സ്പെഷ്യൽ. അവൾ ഓൾറെഡി ഈ വിഷയത്തിൽ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ അവളെ എങ്ങനെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് വെച്ചാ ആ പ്രൊപ്പോസ് കേട്ട ഉടനെ തന്നെ അവളുടെ എല്ലാ വിഷമങ്ങളും അവൾ മറക്കണം.